സാക്ഷാൽ പ്രപഞ്ചനാഥനുണ്ട് മഹാദേവൻ. മഹാദേവനെ ഉപാസിക്കുന്നവർക്ക് മനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്നിലൊരാൾ സംസാരിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ആ സോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. പക്ഷേ മഹാദേവനെ വിളിക്കേണ്ട വേറൊരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് നമ്മൾ ഈ ആകർഷണ നിയമം. അമാവാസ്യ സമയങ്ങളിൽ എന്താണ് പൂർണ്ണമായിട്ടും ശക്തിയില്ലാത്ത സമയമാണ്. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹമോ ആവശ്യമുണ്ട്, ഒരാളുമായിട്ട് സംസാരിക്കണം, എൻ്റെ മനസ്സ് സ്ട്രെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വീട് വയ്ക്കുമ്പോൾ ബേസ്മെന്റ് ചെയ്യുന്ന പോലെ മനസ്സിനെ ഭാഗപ്പെടുത്തുകൊണ്ടുള്ളതാണ്. അതിനുവേണ്ടി മഹാദേവനെ വിളിക്കാനുള്ള വിദ്യ ഒരു പവർഫുൾ ആയ ടെക്നിക്കാണ്. അവർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സക്സസ് ആണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. പൃഥ്വിയേട്ടാ നമസ്കാരം. നമസ്തേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ എങ്ങനെ ആഗ്രഹിക്കണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് എങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ചിത്ര, നല്ല ക്വസ്റ്റ്യൻ. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ഈവൻ നമ്മൾ ഉൾപ്പെടെ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഒരു പ്രകൃതി നിയമമുണ്ട്. ഈ പ്രാപഞ്ചിക ഊർജവും മാനുഷിക ഊർജവും തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്കറിയാൻ പറ്റുന്ന പല ബില്യനേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക സ്വാമിജിമാരുണ്ടായിരിക്കാം. ഇവരൊക്കെ പ്രകൃതിയുടെ ഒരു എനർജി ഫ്ലോയെ അവരുടെ തലങ്ങളിലേക്ക് വളർത്തി, അല്ലെങ്കിൽ അവർ അതിന് മേളിൽ നിന്ന് ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്ന് പറയുന്ന രണ്ട് ഫിലോസഫിയിലാണ് ഇത് പോകുന്നത്. ഇപ്പൊ നമ്മളൊരു കൺസൾട്ടന്റിനെ കാണുന്ന സമയത്ത് ഒരു ജ്യോതിഷൻ എന്താണ്, ഒന്നുകിൽ ഒരു ഫിയർ ഫാക്ടേഴ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഹോപ്പ് ജനറേഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് കോൺഫിഡൻസ് ഒക്കെ പോയി തകർന്ന അവസ്ഥയിലാണ് വരുന്നത്, വീണ്ടും താഴേക്ക് പോകും. പക്ഷേ അതിന് മറിച്ച് ഇവിടെ ഒരു ഹോപ്പ് ജനറേഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, ഞാൻ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ലെവൽ അടുത്ത ലെവലിൽ വരും. സോ ഈ വാക്കുകൾ മതി ഇയാൾക്ക് ഡ്രൈവ് ചെയ്യാൻ, അല്ലേ? ഒരാളെ എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്താണല്ലോ കാണുന്നത്. അതുപോലെയാണ് ഈ ആകർഷണ നിയമവും ഈ മനോദൃശ്യം എന്ന് പറയുന്നത്. മനോദൃശ്യം എന്ന് പറയുന്നത്, മനോ എന്ന് പറഞ്ഞ മനസ്സാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഈ ആത്മീയ ഗുരുക്കന്മാരുൾപ്പെടെ, അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബോൺട്രോ, പല ആൾക്കാരും ഈ ശരീരം വിട്ട് കൂടുമാറുന്ന സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ബ്രെയിൻ വിൽസൺ ഉൾപ്പെടെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന തിയറി ഇത് തന്നെയാണ്, ആകർഷണ നിയമം, മനോദൃശ്യം. എനിക്ക് എന്താണോ വേണ്ടത് ഞാനത് വിഷ്വലി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പ്രകൃതിയോട് സമർപ്പിക്കുക, എൻ്റെ ആവശ്യം ഇതാണ്. ഇതിന് പല ഫിലോസഫിയും പല പ്രിൻസിപ്പിളും പലരും ചെയ്യുന്നുണ്ട്, പല എക്സ്പേർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂസിനകത്തൊക്കെ നമ്മൾ ഓൾറെഡി പല രീതിയിൽ സംസാരിച്ച ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണ്, നിങ്ങളൊരാളാണ്, ഞാനൊരു ഗുരുവൊന്നുമല്ല. പക്ഷേ ഞാൻ പഠിച്ചത് ടിബറ്റൻസ് മോങ്സിൻ്റെ നിന്നാണ്. ടിബറ്റൻസ് മോങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക് എന്ത് വേണോ അവരത് അച്ചീവ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് സിസ്റ്റം അറിയാം, എങ്ങനെ അപ്ലൈ ചെയ്യണം. പ്രകൃതിയിലേക്ക് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഈ സമർപ്പിക്കുകയാണ്, എനിക്ക് പൂർണ്ണമായിട്ടും അത് വേണം. എങ്ങനെ വേണം? ഇപ്പോൾ ചിത്രയ്ക്കൊരു പനി വന്നു, ചിത്ര എന്ത് ചെയ്യും? അതിനെ ഡിഫെൻഡ് ചെയ്യും, അല്ലേ? ഡിഫെൻഡ് ചെയ്യുന്ന എങ്ങനെ? മെഡിസിൻ കഴിക്കും, അതിനുവേണ്ടി ആക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ക്യാൻസർ എന്ന് പറയുന്ന സ്റ്റേജിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനു വേണ്ടി പോരാടും. ഈ പോരാട്ടമാണ് ആ പറയുന്ന സ്പെസിഫിക് ഡിസീസിനെ മാറ്റുന്നത്. നമ്മളെല്ലാവരും, നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ അതിനു വേണ്ടി ടാർഗറ്റ് ചെയ്ത് പോരാടും, ആന്റിബയോട്ടിക് കഴിക്കുക, എല്ലാം ചെയ്യും. പക്ഷേ അതേ മറിച്ച് നമുക്ക് 1 രൂപയാണോ 1 കോടി രൂപയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ രണ്ടിനും സെയിം ടൈം എന്നാണ് ഈ ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത്, ഇപ്പൊ എനിക്ക് 1 രൂപ കിട്ടി, നാളെ 50,000 കിട്ടും, ഇനി 1 ലക്ഷം വരും. അല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ എക്സ്പേർട്ട് എല്ലാവരും പറയുന്നത് രണ്ടിനും സെയിം ടൈം എന്നാണ്. നമ്മുടെ മനസ്സിന്റെ എനർജി അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് 1 രൂപയാണെങ്കിലും 1 കോടിയാണെങ്കിലും ഇടുന്ന എഫേർട്ട് സെയിം ആണ്. പക്ഷെ രണ്ടിനും ഞാൻ കൊടുക്കുന്ന എനർജി വാല്യൂ, 1 രൂപയല്ലേ പെട്ടെന്ന് കിട്ടും, ആ കോൺഫിഡൻസോടെ ബൂസ്റ്റായി. 1 കോടിയല്ലേ ഇപ്പൊ കിട്ടില്ല, സമയമെടുക്കും. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാപഞ്ചിക ഊർജത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രകമ്പനം ശരിക്കും ലോ എനർജിയാണ്. അപ്പൊ ഈ ലോ എനർജിയെ നമ്മൾ ഹൈ ഫ്രീക്വൻസിലേക്ക് കൊണ്ടുവരാനാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. എനിക്ക് അടുത്ത 3 മാസം കഴിയുമ്പോൾ എൻ്റെ നമ്മളിപ്പോൾ നാളെ രാവിലെ ബെൻസ് വേണമെന്ന് വെച്ചാൽ കിട്ടിയൊന്നുമില്ല.
പക്ഷേ ഒരു സ്പെസിഫിക് ഗോള് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അടുത്ത 3 മാസം 90 ഡേയ്സിൽ എനിക്കൊരു ബെൻസ് എടുക്കാൻ പറ്റണം. ബെൻസ് എന്താണെന്ന് ആദ്യം ഇമാജിൻ ചെയ്യണം. അവിടെയാണ് വിശ്വസിക്കുക കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയും. ഈ സ്വീകരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് മനോദൃശ്യം വരുന്നത്. എന്താണ് മനോദൃശ്യം? എന്റെ ടാർഗറ്റ് ബെൻസ് ആണ്. പക്ഷേ ഏത് കളർ ബെൻസ് എന്നുള്ളതുകൊണ്ട് ബ്ലൂ കളർ ബെൻസ്, അല്ലെങ്കിൽ മെറൂൺ കളർ ബെൻസ്, അല്ലെങ്കിൽ റെഡ് കളർ. ആ കളറിനെ നമ്മൾ പൂർണ്ണമായിട്ടും വിഷ്വലൈസേഷൻ ചെയ്ത് അത് ഏത് വേരിയന്റ് ആണ് എല്ലാത്തിനും ഒരു സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. മൂന്നാമത്തെ ഫിലോസഫി പ്രിൻസിപ്പിള് സ്വീകരിക്കുക എന്താണ്? എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ എൻ്റെ ഫീലിങ്സിനെ കൊണ്ടുവരണം. 90 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബെൻസ് കിട്ടി. ഞാൻ ബെൻസുമായിട്ട് എൻ്റെ ഫാമിലിയായിട്ടോ എൻ്റെ കൊളീഗ്സുമായിട്ടോ എനിക്ക് വേണ്ടപ്പെട്ട ആരുമായിട്ടോ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന പ്ലേസ് എവിടെ, അതൊക്കെ വിഷ്വലി കാണാൻ മനോദൃശ്യം വഴി കഴിഞ്ഞാൽ, മനോദൃശ്യം കാണുന്നത് നമുക്ക് എല്ലാ ടൈമിലും കാണാം. പക്ഷേ നമ്മുടെ കോൺഷ്യസ് ലെവൽ ചിത്ര എപ്പോഴും ആക്റ്റീവാണ്, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആക്റ്റീവ് അല്ല. നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൽഫ ബീറ്റ ഗാമയിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ എപ്പോഴാണോ എനർജി പാസ് ചെയ്യേണ്ടത് ആ സ്പെസിഫിക് ടൈമിൽ നിങ്ങളൊരു എക്സ്പേർട്ടിനെ കാണൂ. എന്നെ കാണുമെന്ന് ഒരിക്കലും പറയില്ല. ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിനെ കാണൂ, മനോദൃശ്യം ചെയ്യൂ, 100% നടക്കും. ഇപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പല ആളുകളെ നമുക്ക് ഇഷ്ടമുണ്ടാവും. പക്ഷെ ഇത് വേണമെങ്കിൽ അത് വേറെ രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ പല രീതിയിലുണ്ട് ഈ ഇഷ്ടങ്ങളൊക്കെ. അപ്പോ അവരെങ്ങനെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിപ്പിക്കാം എന്നുള്ളതാണ്. ചിത്ര, ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാവരും എന്താ പറയാ എന്നും ബിസിയാണ്. ഒന്നുകിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കും. എവിടെയാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മേ ബി സംസാരം ഇഷ്ടപ്പെടാം, ഫിസിക്കലി കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടില്ല. ഈ ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ന് ഒരാൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു എനർജി പാസ് ചെയ്യുന്നു, നമ്മുടെ ഓറയിൽ ബാധിക്കും. മനസ്സിലായി? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചിത്രമായിട്ട് സംസാരിക്കുന്നു, ചിത്രയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് വെച്ചോളൂ. അപ്പൊ ചിത്ര എന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹം വന്നു, ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് സംഭവം ചിത്രയുടെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ എനർജി എന്നിലേക്ക് വരും. പക്ഷെ ഞാനൊരു ഉപാസകനോ ഞാനൊരു പ്രോപ്പറായി ഈ പറയുന്ന പ്രിൻസിപ്പിളൊക്കെ ചെയ്ത് പോകുന്നതാണ് എന്നെ അത് ബാധിക്കില്ല. പക്ഷെ അതൊരു റിവേഴ്സ് വരും. ചിത്രയുടെ മനസ്സിനെ ബാധിക്കും. ചിത്രയുടെ സോള് ലോവറായി പോയി. നമ്മുടെ ശരീരത്തിനെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്ന ആരാണ്? നമ്മുടെ സോളിനെയാണ്. നമ്മുടെ സോളിനെ എന്നും പവറാക്കി വെക്കണം. നമുക്ക് ഈശ്വരീയ ചിന്തകൾ അല്ലെങ്കിൽ ഞാനാണ് ശിവൻ, ഞാനാണ് ദൈവം എന്ന് പറയുന്നത് എന്റെ സോളിനെയാണ്. എല്ലാവർക്കും സോളുണ്ട്. ഞാനിപ്പോ ചിത്രയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 24 hours എനിക്ക് ആ വേദന തിരിച്ചു കിട്ടും. പ്രകൃതി വേറെ രീതിയിൽ എനിക്ക് വേദന തരും. പക്ഷെ ഒരാള് വേറൊരാളിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് പൂർണ്ണമായിട്ടും അതിന്റെ എനർജി വരും. പലരെയും കാണുമ്പോഴും ഒരു 10 പേരുടെ നിൽക്കുന്നു, 5 പേർക്ക് നമ്മളെ ഇഷ്ടമില്ല. ആലോചിച്ച് നോക്കി, ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ എങ്ങനെ ഓവർ റൂൾ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മനോശക്തി പോലെയാണ് ആകർഷണ തത്വം. ആകർഷണ നിയമമുണ്ട്. നമുക്കൊരാളെ കാണുമ്പോൾ അയാളെ പ്ലീസ് ചെയ്യുന്നത് വേർഡ്സിൽ കൂടെയാ. പക്ഷെ അല്ലാതെ അയാൾ നമ്മളിലേക്ക് ഒരു ഇഷ്ടം വരാൻ വേണ്ടി നമുക്കൊരു സിസ്റ്റമാറ്റിക് സംഭവം അപ്രോച്ച് ചെയ്യാം. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പല രീതിയിലും പല ആൾക്കാരും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിനോട് നമുക്ക് പറയാം, റിക്വസ്റ്റ് ആയിട്ട് സമർപ്പിക്കാം. പൂർണ്ണമായിട്ട് ഒരു 7 days കഴിയുമ്പോൾ അയാൾക്ക് നമ്മളൊരു ഇഷ്ടം ഉണ്ടാവും. ഇഷ്ടം എന്ന് പറയുന്നത് പോസിറ്റീവ് രീതിയിലാണ്. അതായത് ഒരാളെയും മോശമായിട്ട് വേറെ രീതിയിൽ കൊണ്ടുപോകാനല്ല, ഒരാളെ നമ്മളെ വെറുക്കാൻ പാടില്ല. അതായത് ഓരോ ആൾക്കാർ ഓരോ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലേ ദൈവം കൊടുത്താണ്. ചിലപ്പോൾ വേറൊരാൾ എനിക്കിപ്പോ ചിത്രം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അത് ഇഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് ഞാൻ കണ്ടെത്തുന്നിടത്താണ് എന്റെ സോൾ വളരുന്നത്. ഈ ഒരു തിരിച്ചറിവ് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ എന്റെ കാലം കഴിയും. അപ്പോൾ നല്ല എക്സ്പേർട്ടിന് ഇതുപോലെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആകർഷണ നിയമത്തിൽ കൂടെ പൂർണ്ണമായിട്ടും വേറൊരാളുടെ മനസ്സിലെ ഇഷ്ടങ്ങളെ നമുക്ക് മേടിക്കാൻ പറ്റും. അതെന്താന്ന് മാത്രം പറയില്ല, എന്താന്ന് നമുക്ക് ഓരോ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതിനകത്ത് പല 3-4 ഫിലോസഫിയാണുള്ളത്. ചിലവർക്ക് ചില ഫിലോസഫി പറ്റില്ല. അതിനകത്തൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ ബലക്കുറവ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ വരുന്നു, നമ്മൾ മെന്റലി വീക്ക് ആവുന്നു. ഏറ്റവും കൂടുതൽ ഒരു മാസത്തില് അമാവാസിയും പൗർണമിയുണ്ട് അല്ലെ. അമാവാസി സമയങ്ങളിൽ എന്താണ്, പൂർണ്ണമായിട്ടും ശക്തിയില്ലാത്ത സമയമാണ്. മാനസികമായിട്ട് വലിയ വിഷമത്തിലായിരിക്കും. പക്ഷെ അവിടെയൊക്കെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ആരാണ്? അപ്പൊ എല്ലാവരും പറയും നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകും, ചൊവ്വാഴ്ച വ്രതം എടുക്കും. അതെല്ലാം ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ വിശ്വാസം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് അതെല്ലാം അവരുടെ വിശ്വാസം. ഇതിനേക്കാളും അപ്പുറം സാക്ഷാൽ പ്രപഞ്ചനാഥനുണ്ട്, മഹാദേവൻ. മഹാദേവനെ ഉപാസിക്കുന്നവർക്ക് മനസ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്നിൽ ഒരാൾ സംസാരിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ആ സോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഗൈഡ് ചെയ്ത് കൊടുക്കാം. മഹാദേവനെ നോർമലി നമ്മൾ അപ്പോൾ എല്ലാവരും പറയും ഞാൻ മഹാദേവനെ എന്ന് വിളിക്കുന്നു.
ഓം നമ ശിവായ ജപിക്കുന്നു, ഓം ശിവോഹം ജപിക്കുന്നു, അതെല്ലാം ഒരു ജപം മാത്രം. പക്ഷേ മഹാദേവനെ വിളിക്കേണ്ട ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് നമ്മൾ ഈ ആകർഷണ നിയമം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം ആവശ്യമുണ്ട്, ഒരാളുമായിട്ട് സംസാരിക്കണം, എന്റെ മനസ്സ് സ്ട്രെങ്ത് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വീട് വയ്ക്കുമ്പോൾ ബേസ്മെന്റ് ചെയ്യുന്ന പോലെ മനസ്സിനെ ഭാഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മഹാദേവനെ വിളിക്കാനുള്ള ഒരു വിദ്യ, ഒരു പവർഫുൾ ആയ ടെക്നിക്കാണ്. അവര് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സക്സസ് ആണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി.